ഏ ഏത് ഒരു കാര്യം ഞാൻ പറയാം, പൈസ കിട്ടിയതിന് ശേഷം മെസ്സി വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ റിപ്പോർട്ടർ ടി വിനെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അല്ല ചീറ്റ് ചെയ്യുന്നത്. ഇവരെ വിശ്വസിച്ച് ഇവർക്ക് ജയ് വിളിച്ച ആരാധകരെയാണ് ചീറ്റ് ചെയ്യുന്നത്. അത്ര മനസ്സിലാക്കിയാൽ മതി. ആരാധകർ അത്രേ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. പണം കൊടുത്തിട്ട് മെസ്സി വരുന്നില്ലെങ്കിലേ പറഞ്ഞത്. പണം കൊടുത്തില്ലെങ്കിൽ ഇതൊക്കെ ശരിയാണ്. പണം അവരുടെ കയ്യിൽ കിട്ടി റിസീവ് ചെയ്തതും നമ്മളെ അറിയിച്ചതിന് ശേഷം വരുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരാണ്. അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും. അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് ഏത് എൻഡ് വരെ പോകുന്ന വിധത്തിൽ നമ്മൾ നോക്കും. മനസ്സിലായി? അവരുടെ ക്രെഡിബിലിറ്റിയാണല്ലോ നഷ്ടപ്പെടുന്നത്. നമ്മൾ മെസ്സിനെ മാത്രമല്ലല്ലോ, അവരുടെ ആരാധകർ ജയ് വിളിച്ചെന്തിനാ? ഇന്ത്യയിൽ എങ്ങനെ ഒരു ആരാധന ബന്ധമുണ്ട്? ഇവരൊരു വിശ്വസിക്കാൻ പറ്റിയ ടീമാണെന്ന് വിചാരിച്ചിട്ടല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആരാധനയ്ക്കാണ്. നമ്മളടക്കം ഇത്ര റിസ്ക് എടുത്തതിനാ? നമ്മളടക്കം ഇത്ര റിസ്ക് എടുത്തത് ഇവരോടുള്ള ആരാധന മൂത്തിട്ടാണ്, ഇവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇവർ ഇനിയും മുന്നോട്ട് വരണമെന്നും ഇതൊരു ചെറിയ 2 എയർപോർട്ട് മാത്രമുള്ള ഒരു കുഞ്ഞു രാജ്യമാണെന്നേ. മനസ്സിലായോ? ഈ രാജ്യത്ത് നമ്മൾ പറയുന്ന പോലെ ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യമൊന്നുമല്ല, ചെറിയ രാജ്യമാണ്. 2 എയർപോർട്ടേ അവിടെ ആകെയുള്ളൂ. അതുപോലെയുള്ള ഒരു ചെറിയ രാജ്യമാണ്. ഇവർ ഇത്രയധികം ഫൈറ്റ് ചെയ്ത ഒരു ലോകകപ്പ് നേടിയെടുത്ത ടീമുണ്ടെങ്കിൽ ഇവരോടുള്ള ആരാധന കൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ നിൽക്കുന്നത്. ഇവിടെ ഞാൻ മാത്രമല്ല, നിങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് ആരാധകർ ഇവരുള്ള വിശ്വാസം കൊണ്ട് ഇതല്ലേ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇത് നഷ്ടപ്പെടുന്ന ചെറിയ കാര്യമല്ലല്ലോ. ഒന്ന് 6-ാം തീയതി അത് അക്കൗണ്ടിൽ അവരുടെ അക്കൗണ്ടിൽ, നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ AFIൻ്റെ അക്കൗണ്ടിൽ RBIൻ്റെ പെർമിഷൻ അതെ RBIൻ്റെ വിത്ത് പെർമിഷനോട് കൂടിയിട്ട് അയച്ചാൽ ജൂൺ 6-ാം തീയതി. അല്ല, അതിനൊത്തിരി അതില്ല തരാം, എനിക്ക് തരുന്നതിന് തെറ്റില്ല. പക്ഷേ ഇതിൻ്റെ സ്റ്റേജ് വിട്ടുപോയാൽ തരും. എൻ്റെ കയ്യിൽ മുഴുവൻ ഡോക്യുമെൻറ്റും ഉണ്ട്. വെക്കും. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? പക്ഷേ ഇതിനകത്തൊരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു NDA ക്ലോസ് ഉണ്ട്, നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉണ്ട് ഇവരുമായിട്ട്. നമ്മൾ ഡോക്യുമെൻ്റ് പുറത്ത് വിടരുതെന്ന് പറഞ്ഞിട്ട് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉണ്ട്. എൻ്റെ കയ്യിലില്ലാത്ത, എനിക്കിത് പുറത്ത് വിടാത്തതിൻ്റെ വിഷമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് വിടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എല്ലാവരും എടുത്ത് പുറത്ത് വിട്ടേനെ. എന്ത് വിടാൻ പറ്റാത്തൊരു കാര്യം ഒരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉണ്ട്. അത് വേറെ വയലേഷനാവും. ആ വയലേഷനുള്ളതുകൊണ്ട് മാത്രമേ ഡോക്യുമെൻ്റ് എടുത്ത് പറയാത്തത്. പക്ഷേ ഞാൻ വായിച്ചേപ്പിച്ചുകൊണ്ടാണ് ഇന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും. ഡോക്യുമെൻ്റ് പുറത്ത് വന്നാൽ ആ പുറത്ത് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ടാണ്, NDA സൈൻ ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ വിട്ടിട്ടുണ്ടാവും.